എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടേക്ക് സ്വാഗതം. കാലിക്കറ്റ്, കേരള, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻഡെക്സ് മാർക്ക് നോക്കിയാണ് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ? ഡീറ്റെയിൽഡ് വിവരമാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ്, കേരള, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി പ്രവേശനം, ഒരു ബിരുദ പഠനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിനികൾ യൂണിവേഴ്സിറ്റി ഇൻഡെക്സ് മാർക്ക് ഡിക്ലെയർ ചെയ്തിട്ടാണ് ഒരു വിദ്യാർത്ഥിക്ക് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് ബിരുദ പ്രവേശനത്തിനായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുക. അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ അലോട്ട് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത്, അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഇൻഡെക്സ് മാർക്ക് എന്ന ഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്ററാണ്. ഇൻഡെക്സ് മാർക്ക് യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അലോട്ട്മെൻറ്റിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അപേക്ഷ കൊടുത്തവർക്കറിയാം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിലും, കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, യൂണിവേഴ്സിറ്റി ആണെങ്കിലും നിങ്ങളുടെ കയ്യിലൊരു അലോട്ട്മെൻറ്റ് ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഓരോ കോളേജിലും ഓരോ കോഴ്സിനും നിങ്ങൾ കൊടുക്കുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾക്കൊരു ഇൻഡെക്സ് മാർക്ക് എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും സൈഡിലായിട്ട്. ആ ഇൻഡെക്സ് മാർക്ക്, അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്. എങ്ങനെയാണ് ആ ഇൻഡെക്സ് മാർക്ക് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നൽകുന്നത്? നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പേഴ്സൻറ്റേജ് കണക്കാക്കിയിട്ടാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിർണ്ണയിക്കപ്പെടുന്നത്. അത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ഓരോ കോളേജിലും വ്യത്യാസമായിരിക്കും. അത് ചില കോളേജിൽ നിങ്ങൾക്ക് 900 താരെയായിരിക്കാം, ചില കോളേജിൽ നിങ്ങൾക്ക് 1000 മേലെ. എന്നാൽ വിവിധ കോളേജ്, ഇപ്പോൾ നിങ്ങളൊരു 20 കോളേജിലേക്ക് നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുത്തെങ്കിൽ ആ 20 കോളേജിലേക്കുള്ള നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്ന ഇൻഡെക്സ് മാർക്ക് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഡെക്സ് മാർക്ക് ആയിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. എങ്ങനെയാണ് ആ ഇൻഡെക്സ് മാർക്ക് കണക്കാക്കപ്പെടുന്നതെന്ന് അറിയാമോ? ആ ഇൻഡെക്സ് മാർക്ക് കണക്കാക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളേജിലേക്ക്, ഇപ്പം നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോളേജാണ് തലശ്ശേരി ഭരണം കോളേജ്. അപ്പോൾ തലശ്ശേരി ഭരണം കോളേജിലേക്ക് BA ഹിസ്റ്ററിയിലേക്ക് ഒരു 10 അപേക്ഷകൾ വന്നു എന്ന് വിചാരിച്ചു. ആ അപേക്ഷകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡെക്സ് മാർക്ക് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്, ഇൻഡെക്സ് മാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൻറ്റേജ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ഇൻഡെക്സ് മാർക്ക് നിർണ്ണയിക്കപ്പെടും. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ കൊടുത്തപ്പോൾ എനിക്ക് ഒരു കോളേജിലെ ഇൻഡെക്സ് മാർക്ക് 968 ആയിരുന്നു. എൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൽ 77 എൻ്റെ ആ പ്ലസ് ടുവിൽ 77% വെച്ച് എന്ത് ചെയ്തു, എനിക്ക് 968 ഇൻഡെക്സ് മാർക്ക് കണക്കാക്കി. അപ്പം ഈ ഇൻഡെക്സ് മാർക്ക് വെച്ച് എങ്ങനെയാണ് ഞാൻ അഡ്മിഷൻ നോക്കുന്നത്? ഇപ്പം നമ്മൾ ഗവൺമെൻറ് കോളേജിൽ ഇപ്പം നമുക്ക് ഇൻഡെക്സ് മാർക്കിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമാണ് നമുക്കിത് പ്രധാനമായിട്ടും അറിയാൻ പറ്റുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം, അതിന് മുമ്പ് നമുക്കറിയാൻ സാധിക്കും. ബട്ട് അത് അറിയുന്നത് കൊണ്ട് കാര്യമില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയുടെ, കണ്ണൂരായാലും കേരള ആയാലും കാലിക്കറ്റ് ആയാലും MG ആണെങ്കിലും ഏതൊരു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയാലും നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഫോർ പ്രീവിയസ് ഇയർ റാങ്ക് ലിസ്റ്റ് എന്ന് എന്തെങ്കിലും ഓപ്ഷൻ കാണും. അത് കഴിഞ്ഞ വർഷം, ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ തലശ്ശേരി ഭരണം കോളേജിൽ കഴിഞ്ഞ വർഷം ഹിസ്റ്ററിയിൽ അവസാനമായി കയറിയ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം തലശ്ശേരി ഭരണം കോളേജിൽ BA ഹിസ്റ്ററിക്ക് പ്രവേശിച്ച ഒരു വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക്, അല്ലെങ്കിൽ ഏത് കോഴ്സിൽ പ്രവേശിച്ച ഒരു വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വർഷത്തെയാണ്. ഈ ഓരോ വർഷവും ഓരോ കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഓരോ വർഷവും വരുന്ന അപേക്ഷകളുടെ എണ്ണം. ഓരോ വർഷവും ഓരോ കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഓരോ വർഷം വരുന്ന അപേക്ഷകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ അപേക്ഷയിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. ഞാൻ ആദ്യമേ പല വീഡിയോകളിലും പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഒരു 90% മാർക്കുള്ളൊരു കുട്ടിയും ഉണ്ട്, അതേസമയം ഒരു 89% മാർക്കുള്ള കുട്ടിയും ഉണ്ട്. 90 കുട്ടിക്കാണ് ആദ്യം കിട്ടുക. അതേപോലെ തന്നെ
ഒരു 70% മാർക്കുള്ളൊരു കുട്ടിയാണ് അലോട്ട്മെൻറ്റ് ലിസ്റ്റിലുള്ളത്. ആ കുട്ടിക്ക് ആ കുട്ടിക്ക് എത്ര ഉള്ളത് 70 ആ 70% മേലെ എന്താണ്, ആ 70% മേലെ പെർസെൻറ്റേജുള്ള ഒരു കുട്ടി ഇല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ, ആ അലോട്ട്മെൻറ്റ് കൊടുക്കേണ്ട പട്ടികയിൽ 70% ഉള്ള കുട്ടിയാണ് ഏറ്റവും ഹയ്യസ്റ്റ് നിൽക്കുന്നത്. കാരണം 70% മേലെ മാർക്കുള്ള മറ്റൊരു കുട്ടി ഇല്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് ചെയ്യും, ആ 70% മാർക്കുള്ള ആ കുട്ടിക്ക് എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് കിട്ടും. അങ്ങനെയാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കണക്കാക്കപ്പെടുന്നത്. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വെച്ച്, കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, ഈ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവസാനമായി പ്രവേശിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓരോ കോളേജിലും ഓരോ കോഴ്സിലും എത്ര ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥിയാണ്, എത്ര റാങ്കുള്ള കുട്ടിയാണ് പ്രവേശിച്ചെന്നുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറീസിലാണ്. അതിൽ ജനറൽ, SC/ST, ഈഴവ, തീയ, പിന്നെ എന്താണ് മുസ്ലിംസ്, അതിൽ തന്നെ അനിഗോ ഇന്ത്യൻസ് എന്നിങ്ങനെ വിവിധ കാറ്റഗറികളിലുള്ള ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്യും. അപ്പം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ ആ ഇൻഡെക്സ് മാർക്ക് വെച്ച് നിങ്ങൾക്ക് നോക്കാം. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ തലശ്ശേരി ഭരണം കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം, ഇപ്പോൾ തലശ്ശേരി ഭരണം കോളേജ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ കോളേജാണ്. അവിടെയൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ 1400 മേലെ അല്ലെങ്കിൽ 1500 മേലെ ഇൻഡെക്സ് മാർക്കുള്ളൊരു കുട്ടിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് അവിടെ ഇന്നിപ്പോൾ ഒരു ജനറൽ കാറ്റഗറിയിൽ പെടുന്നൊരു കുട്ടിയാണെന്ന് വിചാരിച്ചോ. ആ കുട്ടിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം തലശ്ശേരി ഭരണം കോളേജ് കൊടുത്തിരുന്നു BA ഹിസ്റ്ററിക്ക്, പക്ഷേ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 1300 വിചാരിച്ചോ. അപ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, ആ റാങ്ക് ലിസ്റ്റ് നോക്കാം. എന്താണ്, എനിക്ക് 1300 ഇൻഡെക്സ് മാർക്ക് ഉണ്ട്, എനിക്ക് തലശ്ശേരി ഭരണം കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, BA ഹിസ്റ്ററിക്ക് സീറ്റ് കിട്ടിയില്ല. എന്താണ് എനിക്ക് സീറ്റ് കിട്ടാത്തത്, ലാസ്റ്റ് എത്ര, ഞാൻ ജനറൽ കാറ്റഗറിയാണ്, അന്നേരം അങ്ങനെ വരുമ്പോൾ ആ കുട്ടി ജനറൽ കാറ്റഗറിയാണ്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ അവസാനം പ്രവേശിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണ്, അവസാനം കയറിയ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അവസാനം കയറിയ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് നിഷ്പ്രയാസം പരിശോധിച്ച് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കുട്ടിക്ക് 1300. അപ്പം അവിടെ കയറിയ കുട്ടിയുടെ, ജനറൽ കാറ്റഗറി കയറിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് 1350 വിചാരിച്ചു. അപ്പം അങ്ങനെയുള്ളപ്പം 1350 കാണുമ്പോൾ എന്ത് ചെയ്യും, മറ്റേ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥിയുടെ റാങ്ക് 1300. അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് മനസ്സിലാവും, എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലോ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, എന്നെ കഴിഞ്ഞും 50 ഇൻഡെക്സ് മാർക്ക് അധികമുള്ള കുട്ടിയാണ് കയറിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എനിക്കെന്ത് കിട്ടും, ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ എന്ത് ചെയ്യാം, കയറാൻ സാധ്യതയുണ്ട്. കയറുമെന്ന് ഉറപ്പല്ല, ബട്ട് കയറാൻ എന്തുണ്ട്, നല്ല സാധ്യതയുണ്ട്. കാരണം എന്നെ കഴിഞ്ഞു 50 മാർക്കുള്ള കുട്ടിയാണ് അധികം കയറിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞു ഇത്ര മാർക്ക് അധികമുള്ള കുട്ടിയാണ് അവിടെ ജനറൽ കാറ്റഗറി കയറിയിരിക്കുന്നത് എന്നിങ്ങനെ. ഞാൻ പറഞ്ഞാൽ ഈ ജനറൽ കാറ്റഗറിയുടെ മാത്രമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ SC/ST, PWBD, പിന്നെ അനിഗോ ഇന്ത്യൻസ്, ഈഴവ, തീയ എന്നിങ്ങനെ പല മുസ്ലിംസ് പല ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കും. അപ്പം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ പെടുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ചെയ്യാം, കാറ്റഗറിയിലുള്ള റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം. ഇപ്പോൾ SC/ST കുട്ടിയാകുമ്പോൾ എന്ത് സംഭവിക്കും, SSCയിൽ ഇപ്പോൾ ഒരു SSC കുട്ടിയാണെന്ന് വിചാരിച്ചു, SSCയിൽ ഉൾപ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ SSCയിൽ അവസാനം കയറിയ വിദ്യാർത്ഥിയുടെ റാങ്ക് ലിസ്റ്റ്. ഇനി ST കുട്ടിയാണെങ്കിൽ STയിൽ അവസാനം കയറിയ വിദ്യാർത്ഥിയുടെ റാങ്ക് ലിസ്റ്റ്. ST കുട്ടിയാണെങ്കിൽ STയിൽ അവസാനം കയറിയ വിദ്യാർത്ഥിയുടെ റാങ്ക് ലിസ്റ്റ്. ഒരു മുസ്ലിം വിദ്യാർത്ഥിയാണെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികളിൽ, മുസ്ലിം കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥിയിൽ അവസാനം കയറിയ വിദ്യാർത്ഥിയുടെ റാങ്ക് ലിസ്റ്റ്. PWBD വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ PWBDയിൽ അവസാനം കയറിയ വിദ്യാർത്ഥിയുടെ റാങ്ക്. അങ്ങനെ ഓരോ കാറ്റഗറി തിരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം എല്ലാ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും, കേരള ആയാലും കണ്ണൂരായാലും കാലിക്കറ്റ് ആയാലും MG ആണെങ്കിലും യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിങ്ങൾക്ക് വരും. അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുക എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പരിശോധിക്കാം, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം. ഇൻഡെക്സ് മാർക്ക് എന്താണെന്നുള്ളത് ചോദിക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമാണ്. നിങ്ങളുടെ +2വിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്ന ഒരു മാർക്കാണ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞു, എനിക്ക് +2വിൽ 77% മാർക്കുണ്ട്. എനിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗവൺമെൻറ് കോളേജിൽ കൊടുത്തപ്പം എനിക്ക് എന്താണ് 968 ഇൻഡെക്സ് മാർക്കാണ് എനിക്ക് അവിടെ കിട്ടിയത്.
അപ്പോൾ എൻ്റെ 77% വെച്ച് എനിക്ക് അവിടെ 968 മാർക്കാണ് യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്ത് തന്നത്. എനിക്ക് 77% ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 968 ഇൻഡെക്സ് മാർക്കൊക്കെ കണക്കൂട്ടി തന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ ഇതിലും വെച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് കണക്കാക്കി നോക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി തരുന്നൊരു ഇത് മാർക്കാണ് ഇൻഡെക്സ് മാർക്ക്. അതായത് എന്താണ്, നമ്മൾ +2വിൻ്റെ പെർസെൻറ്റേജ് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, +2വിൻ്റെ മാർക്ക് ലിസ്റ്റ് നമുക്ക് ഒന്നെങ്കിൽ +2വിൻ്റെ മാർക്ക് ലിസ്റ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, +2വിൻ്റെ മാർക്ക് നമ്മൾ ഓരോ വിഷയത്തിൻ്റെയും ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരുന്നൊരു മാർക്കാണ് ഇൻഡെക്സ് മാർക്ക്. ആ ഇൻഡെക്സ് മാർക്ക് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ സാധിക്കുക. എന്തായാലും ഇക്കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാണുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, വീഡിയോ ഇരുന്ന് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോ തരാൻ കമൻറ്റ് ചെയ്യുക. മാക്സിമം സംശയങ്ങൾക്ക് മറുപടി തരാൻ ശ്രമിക്കാം. കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു കമൻറ്റ് തന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഇസ് കരേത, ഫൗണ്ടർ ഓഫ് സ്കൈ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.